അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ശരീരത്തിലെ ഓരോ കണുപ്പുകൾക്കും നാം സ്വതക്ക നൽകേണ്ടതുണ്ട് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. നമ്മുടെ ശരീരത്തിലെ ഓരോ കണുപ്പുകൾക്കും സ്വതക്ക നൽകുന്നതിന് പകരമായി കൊണ്ട് ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. ഏതാണ് ആ സുന്നത്ത് നിസ്കാരം? എത്ര റക്അത്താണ് നാം നിസ്കരിക്കേണ്ടത്? ഏതൊക്കെ സൂറത്തുകളാണ് അതിൽ ഓതേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ഒരു കമൻ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. മാഷാ അല്ലാഹ് എന്നോ അൽഹംദുലില്ലാ എന്നൊക്കെ കമൻ്റ് രേഖപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട അബീ ദർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വതക്ക, നിങ്ങളുടെ ഓരോ അവയവ സന്ധിക്കും നിങ്ങൾ സ്വതക്ക നൽകേണ്ടതുണ്ട്, ദാനം നൽകേണ്ടതുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, എല്ലാ തസ്ബീഹുകളും സ്വതക്കയാണ്. ഫകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക, എല്ലാ തഹ്മീദുകളും സ്വതക്കയാണ്. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക, എല്ലാ തഹ്ലീലുകളും സ്വതക്കയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തഹ്ലീൽ സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക്ക, എല്ലാ തക്ബീറുകളും സ്വതക്കയാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ഈ 4 ദിക്റുകൾ ചൊല്ലൽ സ്വതക്കയാണ്. എന്നിട്ട് മുത്തുനബി അവിടെ നിന്ന് വീണ്ടും പഠിപ്പിക്കുന്നത് കാണാം, അംറു ബിൽ മഅറൂഫി സ്വതക്ക, നന്മ കൊണ്ട് കൽപ്പിക്കൽ സ്വതക്കയാണ്. വനഹിയൻ അനിൽ മുങ്കർ, ചീത്ത കാര്യങ്ങളെ തൊട്ട് തടയുക എന്നുള്ളത്, വിരോധിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. 6 കാര്യങ്ങൾ ചെയ്താൽ സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികൾക്കുമുള്ളതായിരിക്കുന്ന സ്വതക്കയാണ് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ട് അവിടുന്ന് മുത്തുനബി വീണ്ടും ആ ഹദീസിൽ പറയുന്നത് കാണാം, വയുജ്സിഉ മിൻ ദാലിക, ഈ കാര്യങ്ങൾക്കൊക്കെ മതിയാകും. നമ്മൾ തസ്ബീഹ് പറയുന്നത്, തഹ്ലീൽ പറയുന്നത് എല്ലാം പരിഗണിക്കപ്പെടും. റക്അത്താനി ബിറക്അഹുമാ മിനൽ ളുഹ, ളുഹ നിസ്കാരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന 2 റക്അത്ത്. അപ്പോൾ ളുഹയാണ് നാം നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരമെന്ന് മുത്തുനബിയുടെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ളുഹ നിസ്കാരം, അതിലെ 2 റക്അത്ത് നിസ്കരിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ഓരോ കണുപ്പുകൾക്കും നാം സ്വതക്ക നൽകുന്നതിനിക്ക് ഫലമാണ്, പരിഹാരമാണ്. അത്രയും വലിയ പ്രതിഫലം ളുഹ നിസ്കരിക്കുന്നതിനിക്കുണ്ട് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ളുഹ നിസ്കാരത്തിനെ കുറിച്ച് പറയാം. ളുഹ നിസ്കാരം അഖല്ലുഹ റക്അത്താനി, ചുരുങ്ങിയത് 2 റക്അത്തുള്ള നിസ്കാരമാണ് ളുഹ നിസ്കാരം. സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ തന്നെ. അക്സറുഹ, അത് അധികരിച്ചാൽ 12 റക്അ, 12 റക്അത്ത് വരെ നിസ്കരിക്കാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ അഫ്ളലുഹ
സമാനിൻ 8 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായത്. അപ്പോൾ 12 റക്അത്ത് വരെ നിസ്കരിക്കാം. അതിലേറ്റവും അഫ്ളലായത് 8 റക്അത്ത് നിസ്കരിക്കലാണ്. ഇനി അതിൻ്റെ സമയം മനിർത്തഫാഇ ശംസി, സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ഖദറ റുംഹിം, ഒരു കുന്തത്തിൻ്റെ ഖദർ, അതായത് ഏകദേശം 20 മിനിറ്റ് എന്ന് ചില കിതാബുകളിൽ കാണാം. ഇല സവാലി, ഉച്ച വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ നാം 8 റക്അത്ത് അതല്ലെങ്കിൽ 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നിച്ച് 8 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒന്നിച്ച് 12 റക്അത്ത് നിസ്കരിക്കലാണോ? അല്ല. സാധാരണ നാം സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെയാണ് നാം 8 റക്അത്ത് നിസ്കരിക്കേണ്ടത്. നിയ്യത്ത് നമുക്കൊക്കെ അറിയാം. മുസല്ലി സുന്നത്തുൽ ളുഹ റക്അത്തൈനി മുതവജ്ജിഅൻ ലില്ലാഹി തആല എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി അറബിയിൽ നിയ്യത്ത് അറിയാത്ത ആളുകളാണെങ്കിൽ മലയാളത്തിൽ നിയ്യത്ത് ചെയ്താൽ മതി. ളുഹ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ഇങ്ങനെ നിയ്യത്ത് ചെയ്യുക. 2 റക്അത്ത് അതല്ലെങ്കിൽ 8 റക്അത്ത് വരെ നാം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി ഇതിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ റക്അത്തിൽ വയഖറഉ ഫീഹ, അവൻ പാരായണം ചെയ്യണം. വശംസ്, സൂറത്തു ഷംസ്, വശംസി വളുഹാഹ എന്നുള്ള സൂറത്തു ഷംസ് അവൻ പാരായണം ചെയ്യണം. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു ഷംസ്, രണ്ടാമത്തെ റക്അത്തിൽ വള്ളുഹ വല്ലൈലി എന്നുള്ള സൂറത്ത്. ഔ കാഫിറൂന വൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂന ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്. ഈ സൂറത്തുകളെയാണ് അവൻ ആ നിസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ടത് എന്ന് കിതാബുകളിൽ കാണാം. അപ്പോൾ ഈ 8 റക്അത്തിലും ഇതേ സൂറത്ത് തന്നെയാണ് ഓതൽ എന്ന് ചോദിച്ചാൽ 8 റക്അത്ത് ഓരോ ഈ 2 റക്അത്തുകളിലും ഓതേണ്ട സൂറത്തുകളാണ് പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് ഈ വാരിദായി വന്ന ഈ സൂറത്തുകൾ നിങ്ങൾ ഓതുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു സൂറത്തുകൾ ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അള്ളാഹ് അല്ലാഹു തആല നമ്മിൽ നിന്ന് പരിപൂർണമായി എല്ലാ കർമ്മങ്ങളും പോരായ്മകൾ തീർത്തുകൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിലെ എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് മഅഫിറത്തിൻ്റെ 10 നമ്മുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക. മറ്റുള്ളവരോട് എന്തെങ്കിലും അപരാധമായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിലെ എല്ലാ പ്രാർത്ഥനകളിലും എന്നെയും കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.